ഇവിടെ ബ്ലിസ്സിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുള്ളതാണ് IVF ചികിത്സ വേദന എടുക്കുന്ന ഒന്നാണോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ IVF ചികിത്സ നമ്മൾ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടത്തിലാണ് നമ്മൾ അണ്ഡാശയത്തിൽ അണ്ഡങ്ങൾ വളരാനുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത്. അണ്ഡങ്ങൾ വളർന്നതിന് ശേഷം അവയെ പുറത്തേക്ക് ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ആ ഉണ്ടാക്കിയെടുക്കുന്ന ഭ്രൂണങ്ങളെ തിരികെ യൂട്രസിലേക്ക് വെക്കുക എന്നുള്ളത്. ആദ്യ ഘട്ടത്തിൽ നമ്മളെടുക്കുന്ന ഇഞ്ചെക്ഷൻസ് എല്ലാം വളരെ ഫൈൻ നീഡിൽസ് വെച്ച് എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ്. ഈ ഇഞ്ചെക്ഷൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന അതേ വേദന മാത്രമേ നമുക്ക് ഈ ഒരു ഇഞ്ചെക്ഷനിലും നമുക്ക് ഉണ്ടാകാറുള്ളൂ. അതിനുശേഷമുള്ള ഓവം പിക്കപ്പ് അല്ലെങ്കിൽ അണ്ഡങ്ങളെ കളക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ അനസ്തീഷ്യയിലാണ്, ഷോർട്ട് അനസ്തീഷ്യ, ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ മയക്കിയിട്ടാണ് അണ്ഡങ്ങളെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിലും പേഷ്യൻസിന് യാതൊരുവിധ വേദനയും അനുഭവപ്പെടുന്നതല്ല. എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ളത്, അതായത് ഭ്രൂണത്തിനെ തിരികെ യൂട്രസിലേക്ക് വെക്കുക എന്നുള്ള പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പേഷ്യൻസിന് സാധാരണഗതിയിൽ ഒരു വേദനയും അനുഭവപ്പെടാറില്ല.